ഹായ് ഓൾ, ഇന്ന് ലോക മ്യൂസിയം ദിനമാണ്. ഏകദേശം 83 പല രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എൻ്റെ ട്രാവൽ എക്സ്പീരിയൻസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻഫർമേറ്റീവായ കാര്യങ്ങൾ പകർന്നു നൽകിയ കുറച്ച് മ്യൂസിയങ്ങളെ ഞാനിവിടെ പരിചയപ്പെടുത്തുകയാണ്. ഇതിലാദ്യമായി ബ്രിട്ടീഷ് മ്യൂസിയം ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുകയാണ്. ലണ്ടനിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു മ്യൂസിയമാണ് ബ്രിട്ടീഷ് മ്യൂസിയം. ഒരു 2.5 മണിക്കൂറെങ്കിലും മിനിമം നടന്നാൽ മാത്രമാണ് ആ മ്യൂസിയത്തിൻ്റെ കുറച്ചെങ്കിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. രാജ്യങ്ങൾ തിരിച്ചാണ് ഇവിടുത്തെ കണ്ടന്റുകൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഈജിപ്ഷ്യൻ മമ്മിയിൽ തുടങ്ങി ഒട്ടനവധി ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചറൽ ഹിസ്റ്റോറിക്കൽ ഐറ്റംസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യക്കും ഇവിടെ പ്രത്യേകമായ ഒരു സെക്ഷനുണ്ട്. അടുത്തതായി ഡാവിഞ്ചിയുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള മൊണാലിസയുടെ പോർട്രേറ്റ് വെച്ചിട്ടുള്ള ഒരു മ്യൂസിയം ഉണ്ട്. സ്ഥിതി ചെയ്യുന്നത് പാരീസിലാണ്. അതിൻ്റെ പേര് ലൂഫ് മ്യൂസിയം അല്ലെങ്കിൽ ലൂറേ മ്യൂസിയം. ഇത് കാണുവാനായി ജനലക്ഷങ്ങളാണ് പാരീസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ കണ്ടു തീർക്കാൻ പറ്റാത്ത അത്രയും വലിയ മ്യൂസിയമാണ് ലൂഫ് മ്യൂസിയം. ഇതിനകത്ത് ആളുകൾ മൊണാലിസയുടെ പെയിന്റിങ്ങും മണിക്കൂറുകളോളം വീക്ഷിക്കുന്നതും മറ്റു പല പെയിന്റിങ്ങുകൾ കാണാനായിട്ട് വരുന്നവരെയും ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരു ആർട്ട് മ്യൂസിയമാണ് വാറ്റിക്കാനിൽ സ്ഥിതി ചെയ്യുന്ന വാറ്റിക്കാൻ മ്യൂസിയം. മിക്കലാഞ്ചലോയുടെ പ്രസിദ്ധമായിട്ടുള്ള സീലിങ്ങും അൾത്താര ഭിത്തിയും അടങ്ങുന്ന സിസ്റ്റൈൻ ചാപ്പലും റഫേൽ അലങ്കരിച്ച സ്റ്റാൻസെ ഡി റഫേലയും അടങ്ങുന്നതാണ് ഈ വാറ്റിക്കാൻ മ്യൂസിയം. നാലാമതായി ലോകത്തിലെ ഏറ്റവും വലിയ ആർട്ട് മ്യൂസിയങ്ങളിൽ ഒന്നായ ഹെർമിറ്റേജ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിലാണ്. കല ആസ്വദിക്കുന്നവരുടെ പറുദീസയായിട്ടുള്ള ഈ ഒരു മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ള 5 കെട്ടിടങ്ങളിലാണ്. 1762 മുതൽ 1796 വരെ റഷ്യയുടെ ചക്രവർത്തിയായിരുന്ന കാതറിൻ ദി ഗ്രേറ്റ് ബെർലിനിൽ നിന്ന് കൊണ്ടുവന്ന 255 പെയിന്റിങ്ങുകളുടെ യഥാർത്ഥ ശേഖരം ഇപ്പോഴും ഇവിടെയുണ്ട്. അവസാനമായി എയർ ആൻഡ് സ്പേസ് റിസർച്ച് ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു മ്യൂസിയമാണ് സ്മിത്സോണിയം സ്പേസ് ആൻഡ് റിസർച്ച് മ്യൂസിയം. ഇത് സ്ഥിതി ചെയ്യുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ വാഷിംഗ്ടൺ DC-യിലാണ്. ഈ മ്യൂസിയം സ്പേസ് എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഏവിയേഷൻ ആൻഡ് സ്പേസ് ട്രാവൽ, പ്ലാനറ്ററി സയൻസ്, ടെറസ്ട്രിയൽ ജിയോളജി, ജിയോഫിസിക്സ് എന്നിവയെക്കുറിച്ചുള്ള ഒരു വലിയ ഗവേഷണ കേന്ദ്രം തന്നെയാണ് ഈ മ്യൂസിയം. കൂടാതെ റൈറ്റ് ബ്രദേഴ്സിൻ്റെ റൈറ്റ് ഫ്ലയർ വിമാനം ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ഇന്ത്യക്ക് അകത്തും പുറത്തുമായി ഒട്ടനവധി മ്യൂസിയങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. എൻ്റെ ഓർമ്മയിലേക്ക് വന്ന പ്രധാനപ്പെട്ട 5 മ്യൂസിയങ്ങളാണ് ഞാനിവിടെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ മറക്കണ്ട, കസ്റ്റമൈസ് ടൂർ ആയാലും ഗ്രൂപ്പ് ടൂർ ആയാലും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക, ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുക. താങ്ക് യു വെരി മച്ച്.